If he or she can, then why can't I? Welcome back to English Ladder. I am George Daibin. എല്ലാവരും ഇംഗ്ലീഷിൽ ഒത്തിരി കേട്ടിട്ടുള്ള ക്യാൻ, കുഡ് എന്നീ വാക്കുകളുടെ യൂസസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കോട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഇഫ് ഹി ഓർ ഷീ ക്യാൻ വൈ കാണ്ട് ഐ എന്നുള്ളതാണ്. അവനോ അവൾക്കോ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിക്കില്ല. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ ക്യാനിൻ്റെയും കുഡിൻ്റെയും എല്ലാ യൂസസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്യാനും കുഡും ഈ വാക്കുകൾ നമ്മൾ ഒത്തിരി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് എസ്പെഷ്യലി എല്ലാവർക്കും അറിയാവുന്ന ഒരു സിറ്റുവേഷനാണ് എബിലിറ്റിയെ കാണിക്കാനാണെന്ന്. മിക്കവാറും എല്ലാവരും ആ ഒരു സിറ്റുവേഷനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്യാൻ എന്ന വാക്കും കുഡ് എന്ന വാക്കും നമുക്ക് വേറെ ഒത്തിരി സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എബിലിറ്റി കൂടാതെ തന്നെ നമുക്ക് പോസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ പൊളൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ തന്നെ നമുക്ക് കുറച്ച് സബ് കാറ്റഗറീസും കൂടി ഉണ്ട് കേട്ടോ. അത് എടുത്ത് നോക്കുകയാണെങ്കിൽ സജഷൻസ് പറയാൻ വേണ്ടി നമ്മൾ ക്യാനും കുഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ പെർമിഷൻസ് പറയാൻ വേണ്ടി നമ്മൾ ക്യാനും കുഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഓഫേഴ്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാനും കുഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാനും കുഡ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഓരോ യൂസസും എബിലിറ്റി, പോസിബിലിറ്റി, അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഓരോ സിറ്റുവേഷൻസും എടുത്ത് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി പോകുന്നുണ്ട്. എബിലിറ്റി, പോസിബിലിറ്റി, പെർമിഷൻസ്, അങ്ങനെ ഓരോ സെക്ഷൻസും എടുത്തിട്ട് അവിടെയെല്ലാം ക്യാനിൻ്റെയും കുഡിൻ്റെയും ഉപയോഗങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് വരും എന്നുള്ളതാണ് നമ്മൾ എക്സാമ്പിൾ സഹിതം നോക്കി പോകാൻ പോകുന്നത്. നമുക്ക് എബിലിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഈസി ആയിട്ട് അറിയാവുന്നതാണ്. ക്യാൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയും, അത് വെച്ചൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആ വാക്ക് CAN എന്ന വാക്ക് മാത്രമായിട്ട് എടുത്ത് പറയുമ്പോൾ നമ്മൾ ക്യാൻ എന്ന് നീട്ടി പറയും. പക്ഷേ അതൊരു സെൻറ്റൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. ഐ ക്യാൻ സ്പീക്ക് എന്ന് പറയേണ്ട ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള എൻ്റെ എബിലിറ്റി കാണിച്ചതാണ് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നല്ല, നമുക്ക് വേറെയും പറയാം. ഹീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഹീ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച്, അങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ ഒരാളുടെ ഒരു എബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നു. ഈ സെയിം സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം. അതായത് എബിലിറ്റി അത് നമ്മൾ ക്യാൻ ഉപയോഗിച്ച് പറഞ്ഞു. ഇനി ഇന്നബിലിറ്റി ആണെങ്കിലോ അവിടെ നമ്മൾ കനോട്ട് എന്നുള്ള വാക്കാണ്. അതായത് നേരത്തെ പറഞ്ഞ ഐ ക്യാൻ എന്ന് പറഞ്ഞ പോസിറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവാക്കി മാറ്റിയപ്പോൾ അവിടെ കനോട്ട് എന്നതാണ് ഉപയോഗിച്ചത്. ക്യാൻ എന്ന വാക്ക് കനോട്ടായി മാറി. കനോട്ട് എന്ന വാക്കിൻ്റെ ഷോർട്ടായിട്ടാണ് നമ്മൾ കാണ്ട് എന്ന് പറയുന്നത്. സോ ഹീ കാണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഐ കാണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ എബിലിറ്റിയാണ് ക്യാൻ വെച്ച് പറഞ്ഞത്. ഇന്നബിലിറ്റി അഥവാ ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ നെഗറ്റീവായി വന്നപ്പോൾ നമ്മളവിടെ കാണ്ട് അഥവാ കനോട്ട് ഉപയോഗിച്ചു. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. ഇനി ഈ സെയിം സെൻറ്റൻസിനെ തന്നെ നമുക്കൊന്ന് ചോദ്യമായിട്ട് ചോദിക്കണമെങ്കിലോ, വേറൊരാളോട് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, ആളുടെ എബിലിറ്റി നമ്മൾ ചോദിക്കുകയാണ്. ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, ക്യാൻ ഹീ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ കിട്ടിയ ആ ഒരു സെൻറ്റൻസ് തന്നെ സ്ട്രക്ചർ ഒന്ന് മാറ്റിയെടുത്തപ്പോൾ നമുക്കതിൻ്റെ ക്വസ്റ്റ്യനും കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും ഈ ഒരു രീതിയിൽ വേണം ഇംഗ്ലീഷ് പഠിച്ചു പോകാൻ. അതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണം, അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ആ സെൻറ്റൻസിൽ നിന്ന് നമ്മളൊരു ക്വസ്റ്റ്യനും ഫ്രെയിം ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ആദ്യത്തെ കാര്യം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്, എബിലിറ്റി എന്ന് പറഞ്ഞത്. ക്യാൻ ഉപയോഗിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസും നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസും കണ്ടു. ഞാൻ ആദ്യമേ പറഞ്ഞു എബിലിറ്റിയെ കാണിക്കാൻ പ്രസൻറ്റിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് ക്യാൻ എന്ന് പറഞ്ഞു. ഇനി ഈ സെയിം കാര്യം തന്നെ നമ്മൾ പാസ്റ്റിലാണെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നതെങ്കിലോ അവിടെയാണ് നമ്മൾ കുഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് സാധിക്കുന്നതാണ്. ഇനി ഇതേപോലെ നമ്മൾ പണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മളവിടെ കുഡാണ് ഉപയോഗിക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ പഴയ കാലത്ത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കഴിവിനെ കുറിച്ച് എടുത്തു പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. സോ
ഐ കുഡ് സ്പീക്ക് ഫ്രഞ്ച്. ഐ കുഡ് സ്പീക്ക് ഫ്രഞ്ച് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ചുമ്മാ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഫ്രഞ്ച് സംസാരിക്കുമായിരുന്നു. സോ അതെനിക്ക് കഴിയുമായിരുന്നു. അതെൻ്റെ പാസ്റ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ കുഡ് എന്നുള്ള വാക്ക് വെച്ചാണ് പറഞ്ഞത്. സോ ക്യാൻ ഇപ്പോൾ എനിക്കുള്ള ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ കുഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. സോ ഇതേപോലെ തന്നെ നമ്മൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാനും പഠിക്കണം. ഐ കുഡ് സ്പീക്ക് ഫ്രഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ നെഗറ്റീവ് വരണമെങ്കിൽ ഐ കുഡിൻറ്റ് സ്പീക്ക് ഫ്രഞ്ച് അഥവാ ഐ കുഡ് നോട്ട് സ്പീക്ക് ഫ്രഞ്ച്. ഈ കുഡ് നോട്ട് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ടാണ് നമ്മൾ കുഡിൻറ്റ് എന്ന് പറയുന്നത്. സോ ഐ കുഡ് നോട്ട് സ്പീക്ക് ഫ്രഞ്ച് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ എനിക്ക് കഴിയില്ലായിരുന്നു, എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ എനിക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ എനിക്കത് പറ്റില്ല എന്നുള്ള എൻ്റെ ഇന്നബിലിറ്റി, പാസ്റ്റിലെ ഇന്നബിലിറ്റി കാണിച്ചതാണ് അവിടെ. ഇനി സെയിം കാര്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യനാക്കി മാറ്റുമ്പോഴോ, കുഡ് യു സ്പീക്ക് ഫ്രഞ്ച്, കുഡ് യു സ്പീക്ക് ഫ്രഞ്ച് ഡ്യൂറിങ് യുവർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. സെയിം കാര്യം തന്നെ നമ്മൾ, പക്ഷേ അതിൻ്റെ ഫോർമാറ്റ് മാറ്റി അതൊരു ക്വസ്റ്റ്യനാക്കി മാറ്റി. ക്യാനിൻ്റെയും കുഡിൻ്റെയും അടുത്ത യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്യാനിൻ്റെയും കുഡിൻ്റെയും പോസിബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോസിബിലിറ്റി വരുമ്പോൾ ക്യാൻ എന്ന വാക്കും കുഡ് എന്ന വാക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. പോസിബിലിറ്റി ഒരു സാധ്യതയാണ് അല്ലേ. നമ്മൾ പറയാണ് ഇറ്റ് ക്യാൻ ബി വെരി കോൾഡ് ഇൻ ദ വിൻ്റർ. ഇറ്റ് ക്യാൻ ബി വെരി കോൾഡ് ഇൻ ദ വിൻ്റർ. അതൊരു സാധ്യതയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഇറ്റ് ക്യാൻ ബി വെരി ഹോട്ട് ഇൻ ദ സമ്മർ. ഇറ്റ് ക്യാൻ ബി വെരി ഹോട്ട് ഇൻ ദ സമ്മർ. അതൊരു സാധ്യതയാണ് അല്ലേ. സമ്മറിൽ നല്ല ചൂടാവാൻ സാധ്യതയുണ്ട്, വിൻ്ററിൽ നല്ല തണുപ്പാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ സാധ്യതയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ ഉപയോഗിച്ചു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിൻ്ററിൽ തണുപ്പാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു സ്ട്രോങ് പോസിബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് പോസിബിലിറ്റീസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, സ്ട്രോങ് പോസിബിലിറ്റി, സാധ്യത കൂടുതലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നു. ഇവിടെ പാസ്റ്റ് ടെൻസിലല്ല നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്, മറിച്ച് ഈ സെയിം കാര്യം തന്നെ വീക്കായിട്ട്, അതായത് സാധ്യത കുറച്ച് കുറവാണെങ്കിൽ നമ്മളവിടെ കുഡ് ഉപയോഗിക്കുന്നു. പോസിബിലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻ വെച്ച് ഉപയോഗിക്കുമ്പോൾ ശക്തമായ സാധ്യതകളാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷേ കുഡ് വരാൻ നേരത്ത് അതിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ല, മറിച്ച് നേരിയ സാധ്യത മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് എക്സാമ്പിളാണ്. സെയിം കാര്യം തന്നെ നമ്മൾ കുഡ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് കുഡ് ബി ഹോട്ട് ഇൻ ദ സമ്മർ. ഇറ്റ് ക്യാൻ ബി ഹോട്ട് ഇൻ ദ സമ്മർ എന്ന് പറഞ്ഞാൽ അവിടെ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇറ്റ് കുഡ് ബി ഹോട്ട് ഇൻ ദ സമ്മർ എന്ന് പറഞ്ഞാൽ അവിടെ നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഡിഫറൻസ്. ഒരിക്കലും ഇതിൻ്റെ പാസ്റ്റ് ടെൻസിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ക്യാൻ എന്ന വാക്കിൻ്റെയും കുഡ് എന്ന വാക്കും കൊണ്ട് സജഷൻസ് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ്. പൊളൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നോക്കുമ്പോൾ അതിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് സജഷൻസ്. സജഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും സജഷൻ കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സജഷൻ കിട്ടണമെങ്കിലോ നമുക്ക് കുഡ് എന്നുള്ള വാക്കായിരിക്കും സാധാരണഗതിയിൽ എപ്പോഴും ഉപയോഗിക്കുക. ഇവിടെ ക്യാൻ അധികം ഉപയോഗിക്കാറില്ല, കൂടുതലും നമ്മൾ കുഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നമ്മളുടെ ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്യാണ്, യു കുഡ് ട്രൈ ദിസ് റെസ്റ്റോറൻറ്റ്, ദിസ് ഈസ് വെരി ഗുഡ്. നമ്മളൊരു സജഷൻ വെച്ചു കൊടുക്കുകയാണ് അവിടെ അല്ലേ. ഈ ഒരു ഹോട്ടലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇത് ശരിക്കും നല്ലൊരു ഹോട്ടലാണെന്ന്. അപ്പോൾ അവിടെ സജഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുഡാണ് ഉപയോഗിച്ചത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പെർമിഷൻസ് ആണ്. നമുക്ക് പെർമിഷൻസ് ക്യാനും കുഡ് ഉപയോഗിച്ച് ചോദിക്കാൻ പറ്റും. ക്യാൻ ഉപയോഗിക്കുമ്പോഴേക്കും അത് ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നു, കുഡ് ആകുമ്പോഴേക്കും അത് ഫോർമൽ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ ഓഫീസിലെ കളീഗ്സിനോടോ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി അവരോട് ഒരു ഇൻഫോർമൽ രീതിയിലായിരിക്കും സംസാരിക്കുക. പക്ഷേ ഒരു ഓഫീസിൽ തന്നെ നമ്മൾ നമ്മളുടെ ബോസിനോട് സംസാരിക്കുമ്പോഴേക്കും അത് ഡിഫറെൻ്റ് ആയി മാറും, അത് ഫോർമലായിട്ട് മാറും അല്ലേ. നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനോടോ കളീഗ്സിനോടോ നമ്മൾ ചോദിക്കുകയാണ്, ആ ഫോണൊന്ന് എടുത്തു തരുമോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരുമോ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? ക്യാൻ ഐ ഗെറ്റ് സം വാട്ടർ, ക്യാൻ ഐ ഗെറ്റ് സം വാട്ടർ, അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് ടേക്ക് ദാറ്റ്,
ക്യാൻ യു പ്ലീസ് ടേക്ക് ദാറ്റ്, അല്ലേ? ഇങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ അവിടെ നമ്മളത് ഒരു ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാക്കുകളാണ്. അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ക്യാൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെയിം സാഹചര്യം തന്നെ നമ്മളുടെ ബോസിനോട് അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത ഒരാളോട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളോടാണെങ്കിൽ നമ്മൾക്ക് ക്യാൻ ഉപയോഗിച്ച് ചോദിക്കാൻ പറ്റില്ല. മറിച്ച് ഈ സെയിം കാര്യം തന്നെ നമ്മൾ കുഡ് ഉപയോഗിച്ചായിരിക്കും ചോദിക്കുന്നത്. കുഡ് യു പ്ലീസ് ടേക്ക് ദാറ്റ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ഗീവ് മീ സം വാട്ടർ, കുഡ് യു പ്ലീസ് ഗീവ് മീ സം വാട്ടർ. ഈ സെയിം കാര്യം തന്നെ കുറച്ചുകൂടി ഇതിൻ്റെ രണ്ട് സെൻറ്റൻസിൻ്റെയും അർത്ഥം മാറുന്നില്ല, പക്ഷേ ആ സിറ്റുവേഷൻസ് മാത്രമേ മാറുന്നുള്ളൂ. അത് എപ്പോഴും ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ക്യാനും കുഡ് ഉപയോഗിച്ച് നമുക്ക് അടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓഫേഴ്സ് ആണ്. ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഓഫറും അതുപോലെ തന്നെ ഒരാളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളായിട്ടൊരു ഓഫർ കൊടുക്കുകയാണെങ്കിലും നമുക്ക് ക്യാനും കുഡും ഉപയോഗിക്കാം. ഇനി ക്യാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നേരത്തെ പെർമിഷൻസിൽ കണ്ടതുപോലെ തന്നെ ഫോർമലും ഇൻഫോർമലും സിറ്റുവേഷൻസ് ആണ് ഇവിടെയും വരുന്നത്. ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ നമ്മൾ ക്യാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു, ഫോർമൽ സിറ്റുവേഷൻസിൽ നമ്മളത് കുഡായിട്ട് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരാൾക്ക് ഓഫർ ചെയ്യാണ്, ഐ എം ഫ്രീ നൗ, ഓക്കെ, ഞാനിപ്പോൾ ഫ്രീ ആണ്, ഐ ക്യാൻ ഹെൽപ്പ് യു. ഐ എം ഫ്രീ നൗ, ഐ ക്യാൻ ഹെൽപ്പ് യു. ഞാനിപ്പോൾ ഫ്രീ ആണ്, ഞാൻ നിന്നെ സഹായിക്കാം. അതൊരു ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അത് ഇൻഫോർമലായിട്ടാണ്. അത് നമ്മളുടെ ഫ്രണ്ട്സിനോടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ കളീഗ്സിനോട് തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ ഫ്രീ ആണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതൊരു ഇൻഫോർമൽ സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി സെയിം കാര്യം തന്നെ നമ്മൾ ഫോർമൽ സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിലോ, ഇത് തന്നെ നമ്മൾ ഫോർമൽ സിറ്റുവേഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കുഡ് ഉപയോഗിച്ച് പറയുന്നു. ഐ എം ഫ്രീ നൗ, ഐ കുഡ് ഹെൽപ്പ് യു. അത് ഒരു ഓഫീസ് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോസായിട്ടിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ നമുക്ക് ഒരു ഓഫർ തരുന്നതായിരിക്കും, ഐ കുഡ് ഹെൽപ്പ് യു എന്നുള്ളത്. അവിടെ ആൾ ഐ ക്യാൻ എന്നുള്ളതല്ല, മറിച്ച് ഐ കുഡ് എന്നുള്ള വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർമലും ഇൻഫോർമലും ആണ് മെയിൻലി നമ്മൾ പെർമിഷൻസിലും ഓഫേഴ്സിലും കണ്ടത്. ക്യാൻ എന്ന വാക്കിൻ്റെയും കുഡ് എന്ന വാക്കിൻ്റെയും ഏറ്റവും ലാസ്റ്റ് യൂസ് വരുന്നത് റിക്വസ്റ്റിലാണ്. നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു ഉപയോഗമാണ് ഈ പറഞ്ഞ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അത് എവിടെയായിരുന്നാലും, നമുക്ക് ഓഫീസിലാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മളുടെ ഹയർ അതോറിറ്റീനോടാണെങ്കിലും നമ്മളൊരു റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും നമ്മൾ ക്യാനും കുഡും ഉപയോഗിക്കും. ഇനി അത് ഇൻഫോർമലായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ക്യാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും സെയിം രീതി തന്നെയാണ് നമ്മൾ കണ്ടത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. റിക്വസ്റ്റ് വരുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്, ക്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മളുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നത്, ക്യാൻ യു പ്ലീസ് ഡു മീ എ ഫേവർ, ക്യാൻ യു പ്ലീസ് ഡു മീ എ ഫേവർ, ഓക്കെ, എന്നെ ഒന്ന് സഹായിക്കാമോ, അല്ലെങ്കിൽ എനിക്കൊരു സഹായം തരാമോ. അത് നമ്മൾ ക്യാൻ ഉപയോഗിച്ചാണ് പറഞ്ഞത്. അത് ഇൻഫോർമൽ സിറ്റുവേഷനിലാണ്. ഇനി ഈ സെയിം കാര്യം തന്നെ നമ്മൾ ഒരു ഇൻഫോർമൽ സിറ്റുവേഷനിലേക്കാണ് വരുന്നതെങ്കിലോ അവിടെ നമ്മൾ കുഡ് ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഒഫീഷ്യൽ പാർട്ടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ക്യാൻ യു പ്ലീസ് ടേക്ക് ദാറ്റ്, അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് ഗീവ് മീ ദാറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മറിച്ച് അവിടെ കുഡ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. അവിടെ കുറച്ചുകൂടി നമ്മൾ ഫോർമലാകും. കുഡ് യു പ്ലീസ് പാസ് ദാറ്റ് ടു മീ, കുഡ് യു പ്ലീസ് പാസ് ദാറ്റ് ടു മീ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രസൻറ്റും പാസ്റ്റും നോക്കിയത് നമ്മൾ ആദ്യം മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ ഫോർമലും ഇൻഫോർമൽ സിറ്റുവേഷൻസിലും ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കുമുള്ള തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഡ് എപ്പോഴും പാസ്റ്റാണ്, കുഡ് പാസ്റ്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ധാരണ. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് അതിൻ്റെ ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാനിൻ്റെയും കുഡിൻ്റെയും ഉപയോഗങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഈ വീഡിയോൻ്റെ താഴെ ക്യാൻ ഉപയോഗിച്ചും കുഡ് ഉപയോഗിച്ചും ഓരോ സെൻറ്റൻസ് കമൻ്റായിട്ട് തരിക എന്നുള്ളതാണ്. പിന്നെ ഇംഗ്ലീഷ് ലാഡർ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചി പാടിവട്ടത്താണ് നമ്മളുടെ ഓഫീസ് ഉള്ളത്. എല്ലാവർക്കും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് വെൽക്കം. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ ഹെഡ്.